പ്രിയപ്പെട്ടവരെ, നമുക്കിനി ഒരു അതിഥിയെ പരിചയപ്പെടാം. നിങ്ങളൊക്കെ സാധാരണ ബസ്സിലും തീവണ്ടിയിലും ഒക്കെ പോകാൻ വേണ്ടി ഓൺലൈനിലെ ആപ്പ് വഴിയല്ലേ ബുക്ക് ചെയ്യാറ്? അങ്ങനെ ബുക്ക് ചെയ്ത ആപ്പിൽ നിങ്ങൾ ബുക്ക് ചെയ്ത ബസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പിൽ, നിങ്ങളോട് ഉറപ്പ് നൽകിയ സ്റ്റോപ്പിൽ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പുതിയ സ്റ്റോപ്പ് എവിടെയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ പോയി ബസ്സിൽ കയറും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇറങ്ങിപ്പോവും. ഇത്രയല്ലേ നിങ്ങൾ ചെയ്യുക? അങ്ങനെ ഇറങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബോർഡിംഗ് സ്റ്റേഷനിൽ വണ്ടി എത്തിയില്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്താലും നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് സ്കോപ്പുണ്ട്. 1-2 അല്ല കേട്ടോ, 20,000 രൂപ അങ്ങനെ നഷ്ടപരിഹാരം വാങ്ങിയ ഒരു യുവ അഭിഭാഷകനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഹിഷാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശമായ ഹിഷാം എറണാകുളത്തേക്ക് യാത്ര ചെയ്യാൻ റെഡ് ബസ് എന്ന് പറയുന്ന ആപ്പിൽ ഒരു ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ റെഡ് ബസ് എന്ന് പറയുന്ന ആപ്പ് പ്രേക്ഷകർക്കറിയാം, ഒരു ചുവന്ന നിറത്തിലുള്ള റെഡ് ബസ് ആപ്പ്. ഇത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ബസ് ബുക്ക് ചെയ്തു. രാമനാട്ടുകരയിൽ ബോർഡിംഗ് പോയിന്റ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബസ് ബോർഡിംഗ് പോയിന്റിൽ എത്തുമെന്ന് പറഞ്ഞ സമയത്തിന് 10 മിനിറ്റ് മുമ്പ് ബസ് ഓപ്പറേറ്റർ വിളിച്ചു പറഞ്ഞു, രാമനാട്ടുകര വണ്ടി എത്തത്തില്ല കേട്ടോ, അത് ഫറൂഖ് വഴിയാണ് പോകുന്നത്, ഫറൂഖിലെത്തണം വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഫറൂഖിലെത്തി ബസ്സിൽ കയറിയ ഹിഷാമിന് ബുക്ക് ചെയ്ത സീറ്റ് പക്ഷേ അവർ നൽകിയില്ല. തുടർന്ന് പരാതിപ്പെട്ടെങ്കിലും ബസ് വെറും ഏജൻസി മാത്രമാണെന്നും കമ്പനി എന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്. എന്നാലും 20,000 രൂപ മുഹമ്മദ് ഈഷാം വാങ്ങിച്ചെടുത്തു. മുഹമ്മദ് ഈഷാം നമുക്കൊപ്പം ചേരുന്നു. മുഹമ്മദ് ഈഷാം, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഗുഡ് മോർണിംഗ് സർ, താങ്ക് യു. എന്താണ് സംഭവിച്ചത് മുഹമ്മദ് ഹിഷാം? രാമനാട്ടുകരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ റെഡ് ആപ്പിൽ പോയി ബുക്ക് ചെയ്തു. ഏത് ബസ് ഓപ്പറേറ്റർ ആയിരുന്നു? ബ്ലൂബേർഡ് ട്രാവൽസ്, കൊച്ചി. ബ്ലൂബേർഡ് ട്രാവൽസിന് ചെയ്തു. അപ്പോൾ രാമനാട്ടുകര വഴിയല്ലേ ആ വണ്ടി പോകുമായിരുന്നത്? അത് രാമനാട്ടുകരയായിരുന്നു പോകുമെന്നാണ് ആപ്പിൽ കൊടുത്തത്. അതായത് ആപ്പിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ബോർഡിംഗ് പോയിന്റ് രാമനാട്ടുകര എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഓർ രാമനാട്ടുകര എന്നുള്ള. അപ്പം ഞാൻ രാമനാട്ടുകര ചൂസ് ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഏറ്റവും അടുത്തുള്ള ടൗൺ രാമനാട്ടുകരയാണ്. അങ്ങനെയായിരുന്നു രാമനാട്ടുകര ചൂസ് ചെയ്തത്. പക്ഷേ ബസ് എത്തുന്നതിന് മുമ്പ് അവർ വിളിച്ചു പറഞ്ഞു രാമനാട്ടുകര ഇല്ല, ഫറൂഖ് വഴി തിരൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഫറൂഖിലേക്ക് എത്താൻ പറഞ്ഞു അല്ലേ? ഫറൂഖിലേക്ക് എത്താൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഹിഷാമോ ഓട്ടോ എടുത്ത് പോയോ അതോ ടാക്സി എടുത്ത് ഫറൂഖിലേക്ക് പോയോ? ഞാൻ ടാക്സി അവിടെ 1:30 സമയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിരാവിലെ 1:30ക്കാണ്, 1:30 AM. അപ്പോൾ അന്നേരം വണ്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ടാക്സി വിളിച്ച് ഫറൂഖിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ സീറ്റ് നമ്പർ 24 ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. അത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ബാക്കിലുള്ളൊരു ലോങ് സീറ്റ്. 24 സീറ്റ് കിട്ടാത്തതിന് കാര്യം എന്താന്നാ പറഞ്ഞേ? സീറ്റ് ഒക്യുപ്പൈ ആയിപ്പോയി, വേറെ ആൾക്ക് കൊടുത്തുപോയി. അപ്പോൾ ഞാൻ വരില്ല എന്നായിരുന്നു അവർ വിചാരിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെങ്ങനെ അങ്ങനെ അവർക്ക് പറയാൻ കഴിയുമല്ലേ? അപ്പോൾ കോടതിയിൽ പോയപ്പോൾ കോടതി ഏതൊക്കെ വാദങ്ങളാണ് അംഗീകരിച്ചത്? ഇല്ല, ലീഗൽ നോട്ടീസാണ് അയച്ചത്. ഞാൻ നേരെ എൻ്റെ കൊലീഗ് അഡ്വക്കേറ്റ് അജാസ് ലീഗൽ നോട്ടീസാണ് അയച്ചത്. ലീഗൽ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി ബന്ധപ്പെടുകയും കമ്പനി നഷ്ടപരിഹാര തുക അയച്ചു തരികയും ചെയ്തു. അപ്പം കോടതി വിധിയിലേക്ക് പോയില്ല അല്ലേ? നോട്ടീസ് അയച്ചപ്പോൾ തന്നെ കമ്പനി പറ്റിപ്പോയി, കേസാകൃതി ഏട്ടാന്ന് പറഞ്ഞ് പൈസ തന്നു. എത്ര? 20,000 രൂപയാണോ കോമ്പൻസേഷൻ തന്നത്? അതെ, 20,000 രൂപ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ലീഗൽ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണിത് ഇപ്പം ഇതേപോലൊരു അവസ്ഥ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകന് വന്നാൽ ആ പ്രേക്ഷകൻ ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ സീറ്റ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബുക്ക് ചെയ്ത പോയിന്റിലേക്ക് ബസ് എത്താത്തത് തന്നെ ഒരു ബിസിനസ്സിലെ മിസ്റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് ആപ്പിൽ നമ്മളോട് ബോർഡിംഗ് പോയിന്റ് രാമനാട്ടുകര എന്ന് കാണിക്കുന്നു, രാമനാട്ടുകരയ്ക്ക് ബസ് വരുന്നില്ല, നമ്മളെ വിളിച്ച് വേറെ സ്ഥലത്തേക്ക് എത്തുന്നത് ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഒരു ബിസിനസ്സിലെ ഒരു മാൽ പ്രാക്ടീസാണ് അത്. അതിനെ നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നുള്ളൊരു ഇതിലേക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സീറ്റ് കിട്ടാത്തത് അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അല്ലേ? നമ്മളോട് സീറ്റ് നമ്പർ 24 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ ചെല്ലുമ്പോൾ അത് നമുക്ക് തരാത്തത് ഒരു കോൺട്രാക്റ്റ് തന്നെ, അത് തെറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചത്. അതിലാകെ ഈ 2 കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്. ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അത് മാനസികമായിട്ടും നമുക്ക് രാത്രി നമ്മൾ ഉറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടൊക്കെയാണല്ലോ ബസ് എടുത്ത് പോകുന്നത്. പ്രത്യേകിച്ച് AC ബസ്സൊക്കെ എടുത്ത് പോകുമ്പോൾ ഉറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോട്
എടുത്തിരിക്കുന്ന ബസ് രാത്രി ഇവരെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല, നമുക്ക് കംഫർട്ടായ സീറ്റും കിട്ടുന്നില്ല. പോകുമ്പോൾ തന്നെ ഒരു ഹറിബറിയാണ്. ഇവിടുന്ന് രാമനാട്ടിൽ നിന്ന് ഫറൂഖ് പോയി അങ്ങോട്ട് നിന്ന് അവിടെ നിന്ന് പിന്നെ ബസ് കിട്ടുമെന്നുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ലീഗൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അത് കരുതുക. അത് KSRTC അടക്കം നമുക്ക് ഈ ലീഗൽ നോട്ടീസ് വേണമെങ്കിൽ അയക്കാം. ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് നിർത്തേണ്ട സ്ഥലത്ത് വണ്ടി നിർത്തിയില്ലെങ്കിൽ, അതേപോലെ നമുക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന സീറ്റ് കിട്ടിയില്ലെങ്കിൽ, ഒന്ന് ബ്രീച്ച് ഓഫ് എനിക്ക് കോൺട്രാക്റ്റ്, രണ്ടാമത്തത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അല്ലേ? യെസ് യെസ് യെസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു മുഹമ്മദ് ഹിഷാം. രാവിലെ ഇത് കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരു പാഠമായിട്ടുണ്ടാവും. അപ്പോൾ ചിലരെങ്കിലും സംശയിച്ചുകൊണ്ടിരുന്നതാണ്, പലരും ഇതേപോലെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. താങ്ക് യു മുഹമ്മദ് ഹിഷാം. അപ്പോൾ മുഹമ്മദ് ഹിഷാം പറഞ്ഞതുപോലെ ആവണം. ചില പ്രേക്ഷകരെങ്കിലും കരുതുന്നുണ്ടാവും, എത്രത്തോളം രൂപ കിട്ടുമായിരുന്നു അല്ലേ? ആ രൂപയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് നിങ്ങളുടെ അവകാശമാണ് യാത്രക്കാരുടെ. ബ്രീച്ച് ഓഫ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ അവിടെ പോയിട്ട് ആ ഡ്രൈവറോടും കണ്ടക്ടറോടും ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തിരിച്ചു വന്ന് വിശദമായിട്ട് ഇത് എഴുതണം. നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നും ഇന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയായിരുന്നു, നിങ്ങൾക്ക് അനുവദിച്ച സീറ്റ് 28 പക്ഷേ തന്നത് 32 ഏറ്റവും പുറയിലത്തെ സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് അതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞൊരു ലീഗൽ നോട്ടീസ് അയച്ചാൽ അവിടെ തലയ്ക്ക് ബോധമുള്ളവരാണ് ഇരിക്കുന്നതെങ്കിൽ ആ കമ്പനിക്കാർ നിങ്ങളെ തന്നെ വന്ന് ചേട്ടാ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് 10,000, 10,000, 20,000 രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരും, കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും. പരമാവധി അത്തരം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാവാതിരിക്കാൻ ബസ് ഉടമകൾ ശ്രദ്ധിക്കും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ആ വണ്ടിയിൽ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പേരിൽ പിന്നീട് ബാക്കിയുള്ളവരും കൂടി പരാതി കൊടുക്കും എന്ന് മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉപഭോക്താവെ ഉണരൂ എന്നുള്ളതാണ്. യാത്രക്കാരെ ഉണരൂ, നിങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട് എന്ന് മാത്രം അറിയുക.